ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശച്ചൂടിൽ കേരളം തിളച്ചുമറിയുമ്പോൾ മോദി വീണ്ടും തിരുവനന്തപുരത്തിന്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഈ വരവിൽ ബി.ജെ.പിക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുമോ? നരേന്ദ്രമോദിയുടെ ഈ വരവ് ബി.ജെ.പിക്ക് ഏത് രീതിയിലാണ് വോട്ടാക്കി മാറ്റാൻ സാധിക്കുക? ഇതാ തിരുവനന്തപുരം ഇപ്പോഴും തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ആവേശച്ചൂടിൽ ഇപ്പോഴും നിൽക്കുകയാണ്. നമുക്ക് ജനങ്ങളോട് തന്നെ അവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇത്തവണ ബി.ജെ.പി കേരളത്തിൽ ഭരണം പിടിക്കാൻ പോകുന്നത്? 5 എം.പിമാരെയാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. എന്താണ് ജനങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. തിരുവനന്തപുരം ബി.ജെ.പി പിടിക്കുമെന്ന് വെച്ചാൽ നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സും കൂടെ മാറണം. മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വോട്ടായി മാറണം. കാര്യം ജനങ്ങളൊന്നും മനസ്സിലാക്കണം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നതെന്ന് ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളോട് മനസ്സിലാക്കിയാൽ മാത്രമേ അതൊരു വിജയമായി മാറും. അല്ലാതെ ഇപ്പോൾ മോദി മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ജനങ്ങൾ കൂടെ വിചാരിക്കണം. തീർച്ചയായും നമുക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായും നമ്മുടെ ഓരോ ബി.ജെ.പി പ്രവർത്തകരുടെ പ്രതീക്ഷയാണല്ലോ. നമ്മുടെ പ്രസ്ഥാനം എപ്പോഴും ഉയർന്നു വരണം, നമ്മളെല്ലാവരും ജയിക്കും എന്ന് തന്നെ നമ്മുടെ പ്രതീക്ഷ. മാറ്റാൻ തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ മോദി വരുന്ന വരവും അതൊരു പ്രത്യേക ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ആവേശം കൂടിയാണ് പ്രാവശ്യം മോദി ഇവിടെ എത്തുന്നത്. പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം ഒന്നും ആയിട്ടില്ല, നിങ്ങൾക്കറിയാം. ഇന്ന് വൈകുന്നേരത്ത് പ്രസന്റ് ചെയ്യും. തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്തേക്ക് പോകും. അത് പോയിട്ട് 5-ൽ കൂടുതൽ എം.പിമാർ തീർച്ചയായിട്ടും ഉണ്ടാവും. തൃശ്ശൂരും തിരുവനന്തപുരമാണ് നമ്മുടെ എ ക്ലാസ് മണ്ഡലമായിട്ട്. അതെ, തീർച്ചയായിട്ടും. അതങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എയിം ചെയ്ത് പറയാനൊക്കത്തില്ല. അതിന് വരും പുതിയ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്തായാലും 5 എം.പിമാർ തീർച്ചയായിട്ടും ഉണ്ടാവും. രാഹുൽ ഗാന്ധിയെ ജയിച്ചത് ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ ഇവിടെ വരാതിരുന്നെങ്കിൽ അങ്ങനെ ഇപ്പോൾ അവിടെ പോലും കാണുന്നില്ലായിരുന്നു. വയനാട്ടിൽ സീറ്റ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ, അത്രയേ ഉള്ളൂ. ഇന്നലെ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞതിനേക്കാളും അപ്പുറം ആനയാണ് അവിടെ വന്നിട്ടുള്ളത്. വയനാട് മനസ്സിലായില്ലേ? ആകെ 5 പ്രാവശ്യമേ രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ടുള്ളൂ. ആന ഓരോ മാസവും അവിടെ എത്താറുണ്ട്, മനസ്സിലായില്ലേ? അതാണ് അവിടെ നടക്കുന്നത്. വരുന്നുണ്ട്, പക്ഷേ അറിയാമല്ലോ, നമ്മളെ പ്രവർത്തനം അറിയാമല്ലോ, അവിടെ വരുമ്പോഴേ അറിയത്തുള്ളൂ. അല്ലാതെ മുൻ പ്രവചനങ്ങളൊന്നും നടക്കാറില്ല, ആരും മുൻപ് പറയാറില്ല. അവർ നിശ്ചയിച്ചിട്ടുണ്ട്, സമയമാകുമ്പോൾ അവിടെ ഒരു നല്ലൊരു സ്ഥാനാർത്ഥി വരും, വിജയിക്കുക തന്നെ ചെയ്യും. ഉണ്ട്, ആ പ്രവർത്തകർ കണ്ടില്ലേ, അവിടെ ഇരുന്ന പ്രവർത്തകർ കണ്ടില്ലേ? അതാണ് വിജയത്തിൻ്റെ ഒരു ലക്ഷ്യമാണത്. അങ്ങനെയുള്ള ഒരു ഇത് വേണ്ട. എന്നാന്ന് വെച്ചാൽ മറ്റ് പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ പടച്ചു വരുന്ന ഓരോ കിൻവദന്തികളാണ്. പത്തനംതിട്ട ബി.ജെ.പിയെ സംബന്ധിച്ചോളം പത്തനംതിട്ട ശക്തമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും, ശക്തമായ ഒരു മത്സരം ഉണ്ടാവും. പത്തനംതിട്ട തീർച്ചയായിട്ടും എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കും. വിശ്വാസമല്ല, വിജയിക്കും എന്നാണ് ആ സാഹചര്യം അറിയാം. അപ്പം അന്നത്തെ സാഹചര്യമല്ല ഇപ്പം. മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്. ജനങ്ങളത് അനുഭവിച്ചതാണ്. മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞതെല്ലാം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് മോദിജി. അപ്പം മോദിജി പറയുന്നത് തീർച്ചയായും ജനങ്ങൾ വിശ്വസിക്കും. ഇത്തവണ 5-ൽ കൂടുതൽ എം.പിമാര്, അധികം എം.പിമാര് കേരളത്തിൽ നിന്നുണ്ടാവും. അല്ല, ബി.ജെ.പി തന്നെ കേരള ഘടകത്തിൽ തന്നെയും കേരളത്തിൽ ശക്തമായ നേതാക്കന്മാരുണ്ടല്ലോ. കേന്ദ്രത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും. അല്ല, കേന്ദ്രത്തിൽ നിന്ന് കോൺഗ്രസ് കാണിക്കുന്ന പോലെ കെട്ടിയിറക്കിയൊരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട സാഹചര്യം ബി.ജെ.പിക്കില്ല. ബി.ജെ.പിക്ക് ശക്തമായ സാരഥികളുണ്ട്. അവർ നിൽക്കും, അവർ ജയിക്കും. കേരളത്തിൽ നിന്ന് ബി.ജെ.പി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളുള്ളവരും ജനം അവരെ വെറുത്തു. ഇനി എങ്ങനെയൊക്കെയാണെങ്കിലും എൻ.ഡി.എ സർക്കാർ വന്നേ പറ്റൂ. അതുകൊണ്ട് ഈ ജനവിരുദ്ധമാണ് ഈ സർക്കാരിന്, കേരള സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധമായിരിക്കും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്. കേന്ദ്രത്തിൽ 400-ലധികം സീറ്റോട് കൂടി എൻ.ഡി.എ സർക്കാർ ഭരണത്തിൽ വരും. കോൺഗ്രസിന് 40 താഴെ സീറ്റുകളെ കിട്ടുള്ളൂ. 40 സീറ്റ് താഴെ ഉറപ്പാണ്. 400-ലധികം സീറ്റ് എൻ.ഡി.എ നേടി അധികാരത്തിൽ വരും. ഇത് ബി.ജെ.പിക്കാരുടെ വികാരം മാത്രമല്ല, പ്രതിപക്ഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ആവശ്യം കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവര് തന്നെ വെറുത്തു. കോൺഗ്രസിന്റെ ആൾക്കാർ തന്നെ, അടികൾ തന്നെ വെറുത്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോലും ചിലപ്പം ബി.ജെ.പിയിൽ നിന്ന് മത്സരിക്കേണ്ടതായിട്ട് വരും. ആ സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്.
രാഹുൽ ഗാന്ധി BJP വരാൻ പോവാ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.